ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേര് മാറ്റാൻ തയ്യാറാണ് എന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചു. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് പുതിയ പേര്. പേര് മാറ്റണമെന്ന സെൻസർ ബോർഡിന്റെ നിർദ്ദേശം നിർമ്മാതാക്കൾ അംഗീകരിക്കുകയായിരുന്നു. 2 മാറ്റങ്ങൾ വരുത്തിയാൽ JSK സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാമെന്ന് സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിർമ്മാതാക്കൾ പേര് മാറ്റാൻ തീരുമാനിച്ചത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പേരിന് പകരം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് മാറ്റാമെന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചു. പേര് മാറ്റണമെന്ന് സെൻസർ ബോർഡിന്റെ നിർദ്ദേശം നിർമ്മാതാക്കൾ അംഗീകരിക്കുകയായിരുന്നു. ചിത്രത്തിന്റെ പുതിയ പതിപ്പ് സമർപ്പിച്ചാൽ 3 ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഞങ്ങൾ എത്രയും പെട്ടെന്ന്, അതായത് 24 മണിക്കൂറിനകം തന്നെ ഈ സിനിമ രണ്ടാമത് CBFCക്ക് സബ്മിറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ ശ്രമം. അതിന് പറ്റുമെന്നുള്ളതാണ് പ്രൊഡ്യൂസറും ഡയറക്ടറും എൻ്റെ അടുത്ത് പറയുന്നത്. നമ്മൾ കൊടുത്തതിന് ശേഷം 3 ദിവസത്തിനകം തന്നെ സർട്ടിഫിക്കറ്റ് തരണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. അപ്പോൾ നാളെ, അതായത് 24 മണിക്കൂറിനകം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ചയോട് കൂടിയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തരണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. സിനിമയുടെ പേര് മാറ്റുന്നതിൽ നിരാശയില്ലെന്ന് സംവിധായകൻ പ്രവീൺ നാരായണൻ പറഞ്ഞു. അതിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് ഇപ്പം ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു അമിക്കബിൾ, അല്ലെങ്കിൽ 2 കൂട്ടർക്കും സാർ പറഞ്ഞതുപോലെ 2 കൂട്ടർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്കാണ് അത് വന്നിരിക്കുന്നത്. പ്രായോഗികമായിട്ടൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്കും ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സജഷനാണ് നിലവിൽ നിൽക്കുന്നത്. സിനിമയുടെ കോണ്ടന്റിലെ മാറ്റം സാധ്യത കുറവാണ്. അങ്ങനൊന്നും ഇല്ല. ഇത് സിനിമ ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം. സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകാതെ റിലീസ് നീണ്ടുപോകുന്നതിനെതിരെയാണ് നിർമ്മാതാക്കൾ കോടതിയെ സമീപിച്ചത്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.